ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് സ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വ്ളോഗ് വീഡിയോ ആണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാൻ കേട്ടോ. ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞാൻ, നഴ്സ്, നീലു, അച്ഛൻ, അമ്മ, ഋതുവാണ് പോകുന്നത്. മേമുണ്ടോ? അമ്മ ഉണ്ടോ? അമ്മയും മേമയും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. സോ ഞാൻ റെഡിയായി. ഞങ്ങൾ കുറേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ അങ്ങനെ എപ്പോഴും പോകാൻ പറ്റാറില്ല. എന്നാൽ പോവുകയാണെങ്കിൽ തന്നെ അങ്ങനെ പട്ടുപാവാട എന്നിട്ട് പോകാൻ പറ്റാറൊന്നുമില്ല. ജസ്റ്റ് വല്ല കുർത്തടി അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് പട്ടുപാവാടയൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് ഞാൻ. കാരണം നല്ല സന്തോഷമുണ്ട്. കാരണം അങ്ങനെ നമ്മളിതേ ഗുരുവായൂരെത്തി. അപ്പോൾ എത്തിയിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കാറ്റുകാലമായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയും നേഴ്സും നീലും അച്ഛനും ഋതുവും മേമയും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഉള്ളമ്പലത്തിൽ കയറാൻ പറ്റില്ല. നോർമൽ ചുറ്റമ്പലത്തിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചു. അതിന് ശേഷം അവിടെ ഫുഡിൻ്റെ ക്യൂ കണ്ടെന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ച് നമ്മൾ ലൈനിൽ നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, അച്ഛൻ അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അച്ഛൻ എന്തോ പറഞ്ഞിട്ട് കളിയാക്കുക എന്നിട്ട് അതാണ് ഞാൻ ഇങ്ങനെ കിടന്ന് കിണിക്കണത്. അപ്പോൾ എന്തോ പറഞ്ഞു, വീഡിയോ എടുക്കണേന് എന്തോ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഞാൻ ചിരിച്ചു തരുന്നത്. അപ്പോൾ ലൈന് ഞാൻ വിചാരിച്ചു ലൈൻ ഉണ്ട് അപ്പോൾ ഇന്നും നീങ്ങില്ല വിചാരിച്ചു കേട്ടോ. പക്ഷെ നല്ല സ്പീഡിൽ നീങ്ങുണ്ടായിരുന്നു. ഇങ്ങനെ കട്ട കുത്തിയിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാറുന്നില്ല. നല്ല വേഗത്തിലൂടെ നീങ്ങുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒന്നുകൂടെ അണിഞ്ഞു വരാൻ കാരണം ഞാൻ വീഡിയോസൊക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, റീൽസ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കിടക്കട്ടെ വിചാരിച്ചിട്ട് അണിഞ്ഞൊരുങ്ങി വന്നതാണ്. പിന്നെ അമ്മേനായിട്ട് ഞാൻ വെറുതെ കുറച്ച് വീഡിയോസ് എടുത്താണ്ട് ഇത് എഡിറ്റ് ചെയ്ത് സ്ലോമോ ആക്കും, മേ ബി ആക്കില്ല. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിനുള്ളിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഉണ്ണികൾക്ക് മോതിരം അങ്ങനെ എന്തോ നോക്കണം പറഞ്ഞിട്ട് ഇവിടെ ഉള്ളൊരു കടയിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് മോതിരം നോക്കി, പക്ഷെ കിട്ടിയില്ല. അവർക്ക് സൈസുള്ള കിട്ടിയില്ല. ഞാൻ അവിടെ നിന്ന് ഒരു മുല്ലപ്പൂ പോലത്തെ ഒരു സാധനം വാങ്ങി. ഹലോ ഗായ്സ്, നമ്മൾ വീട്ടിലൊക്കെ എത്തി. ജസ്റ്റ് ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അതിൻ്റെ ഡ്രസ്സൊക്കെ മാറി കാലും കൈയും മുഖമൊക്കെ കഴുകി. പിന്നെന്താ നമ്മൾ ഫുഡ് എപ്പോഴാണ് കഴിച്ച് 2 മണിക്കാണ് ഫുഡ് കഴിച്ച് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു 1:45 കയറി ഉണ്ടാവും. നമ്മൾ അധികം അങ്ങനെ കുറേ നേരമൊന്നും നിൽക്കേണ്ടി വന്നില്ല. ലൈന് കണ്ടപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു കുറേ നേരം നിൽക്കേണ്ടി വരുന്നു. പക്ഷെ വേഗം ലൈന് നീങ്ങി പോകണ്ടായിരുന്നു. അതുകൊണ്ട് അധികം നേരം നിൽക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ചോറും മോര് കൂട്ടാനും ഇറന്നുണ്ടായിരുന്നു. പിന്നെ പയറിൻ്റെ 2 തരം കറി ഉണ്ടായിരുന്നു. വേറെ ഞാനും കുറേ കറി കഴിച്ചിട്ട് കേട്ടോ. അതെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അവിടുത്തെ സാമ്പാറിനെക്കാളും മോര് കറിയാണ് ഇഷ്ടം എപ്പോഴും. പിന്നെ 2ാമത്തെ ട്രിപ്പ് മറ്റേ വെള്ളം മോരുണ്ടായിരുന്നു, അതെടുത്ത് കുടിച്ചു. പിന്നെ പായസം ഉണ്ടായിരുന്നുണ്ട്. പായസം നല്ല റെയറായിട്ട് കിട്ടാറുള്ളൂ. അപ്പം ഇലയിൽ ഒഴിച്ചു തന്നാൽ അത് ഇങ്ങനെ ആണെങ്കിൽ കൈക്ക് വരുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ വെള്ളമായിട്ട് പോകണോണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊക്കെ ഉറക്കം വരുന്നുണ്ട് പറയണ്ട. അവർക്കൊക്കെ ഫുഡ് കഴിച്ച് വേഗം ഉറക്കം വരുന്ന ടീംസാണ്. ഞാൻ അതുപോലെ ഒന്നുമല്ല, എനിക്ക് അങ്ങനെ ഉറക്കമൊന്നും വരില്ല. അതെ വെറുതെ. അപ്പൊ എന്താ ഉണ്ണികളൊക്കെ എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവരൊന്നും മുഖമൊന്നും കഴുകിയില്ലേ? ചന്ദനം മാത്രം ബാക്കി അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കഴുകി. ആണോ? എനിക്ക് അമ്പലത്തിൽ നിന്ന് ചന്ദനം കളയാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഡ്രസ്സ് ഊരുമ്പോ മൊത്തം പോയി. എനിക്ക് ഇഷ്ടമില്ല ചന്ദനം കളയാൻ. ഇരിക്കുമ്പോ ഒരു നല്ല ഫീലൊക്കെ ഭയങ്കര ഇഷ്ടം. റീൽസ് എടുത്തു കഴിഞ്ഞപ്പോ അത് ഇരുന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇന്ന് തന്നെ ഇടാം. പിന്നെ കുറച്ച് പഠിക്കാനില്ലേ? പഠിക്കാൻ കുറച്ച് പഠിക്കണം അല്ലേ? പിന്നെ പല്ലിന്റെ ഭംഗി നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടം പല്ലിന്റെ. ഓക്കെ ഗൈസ്, ടാറ്റ. ഹായ് ഗൈസ്, ഇന്നത്തൊരു കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ എന്നെ കണ്ടില്ലല്ലേ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കാറുന്നില്ല, ഫോൺ നോക്കായിരുന്നു കേട്ടോ. പിന്നെന്താ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റീലിനുള്ള വീഡിയോ. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു, അതൊക്കെ ഇട്ടു. പിന്നൊരു
4:45 ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5 പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വീഡിയോയിൽ കാണിക്കരുത് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ ഞാൻ കാണിച്ചില്ല. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോ എടുത്തിട്ട് അവർ 5:15 ആയപ്പോഴാണ് പോയത്. അപ്പോൾ 5 പേര് വന്നിട്ടുണ്ടാവും, 5 പേര്. അപ്പോൾ അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുമായിരുന്നു. വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാനത് ആഡ് ചെയ്യില്ല, കാരണം എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ട് ആഡ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ സ്റ്റോറി ഇട്ടുണ്ട്, ക്ലോസ് ഫ്രണ്ട്സിലാണ് ഇട്ടത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ആർക്കും കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പിന്നെന്തായിരുന്നു, പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും എന്തോ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 199 ഷോപ്പിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവിടുന്ന് ഞാൻ ജീൻസ് കണ്ടപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴത്തെ മോഡലല്ല, പഴയ മോഡലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നീ ഭയങ്കര പൈസക്കാരി ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ, ഞങ്ങൾ പാവപ്പെട്ടവർ ഇങ്ങനത്തെ ജീൻസൊക്കെയാണ് ഇടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ പഴയ മോഡലാന്ന് പറയണതിൻ്റെ അർത്ഥം ഞാൻ പൈസക്കാരിയാണെന്നാണോ? അതൊക്കെ മനസ്സിലാകത്ത്. കാരണം ഇപ്പോൾ ഈ ഒരു ടൈമിങ് ട്രെൻഡിൽ ഇപ്പോൾ ഉള്ളത് മറ്റേ വേറെ കുറേ ലൂസ് ടൈപ്പ് ജീൻസാണ്, ബാഗി, കാർഗോ, അങ്ങനെ കുറേ ജീൻസുകളുണ്ടല്ലോ. പിന്നെ ഏതാ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ജീൻസുകളാണ് ഇപ്പം ട്രെൻഡിലുള്ളത്. അപ്പം ഞാൻ അവിടെ കണ്ട ജീൻസ് എന്ന് വെച്ചാൽ അങ്ങനെ ജഗ്ഗിങ്സ് ആയിരുന്നു. ജഗ്ഗിങ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റ് ഫിറ്റിൽ കിടക്കുന്ന പാൻസ് ആയിരുന്നു. അതൊന്നും ഇപ്പം ട്രെൻഡിങ്ങിലുള്ളതല്ല മാത്രമല്ല ഞാൻ അങ്ങനത്തെ ഇടാറുമില്ല ഇപ്പം മുതൽ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഞാനത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 200 രൂപയാണെങ്കിൽ എനിക്കത് വാങ്ങേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ആ സ്ഥാനത്ത് ഞാനിപ്പോൾ ഇപ്പോഴുള്ള ട്രെൻഡിലുള്ള ബാഗി ജീൻസ് വല്ലതുമാണ് കണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വാങ്ങിയായിരുന്നു. അതിൻ്റെ അടുത്ത് ഞാൻ പൈസക്കാരിയാണെന്നല്ലല്ലോ. എനിക്ക് ആ കമൻറ്റ് ഉണ്ടിട്ട് ശരിക്കും എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഇപ്പം എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ആ കമൻറ്റ് ഇട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിനും കൂടെ ഉള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞത്. ഇപ്പം ആ കമൻറ്റ് ഇട്ട ആൾ മേ ബി ജിഗിങ്സ് അങ്ങനത്തെ ടൈപ്പ് ആവും ഇടുന്നുണ്ടാവുക. പക്ഷെ ഞാൻ അങ്ങനത്തെ അല്ല ഇടാറുള്ളത്. ഞാൻ ഇപ്പോൾ ഇടാറില്ല അങ്ങനത്തെ. കാരണം ഇപ്പം ട്രെൻഡിലുള്ള ടൈപ്പല്ല നമ്മളെപ്പോഴും ഉപയോഗിക്കുക. ഇപ്പം ട്രെൻഡിലുള്ള സംഭവം അത് വാങ്ങിയിടാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക. അപ്പം അങ്ങനെ ആണ് ഞാൻ ഇടാറ്. എന്ന് വെച്ചിട്ട് എൻ്റെ 10-12 ബാഗി, കാർഗോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ 2 ബാഗിയോ അല്ല 1 ബാഗി എന്തോ ഉള്ളൂ, 1-2 ബാഗി എൻ്റെ ഉള്ളൂ കേട്ടോ. അത് വേറെ സത്യം. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നതാണ്. അപ്പോൾ ആ കമൻറ്റ് ഇട്ട കുട്ടിക്കുള്ള റിപ്ലൈ ആണ് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഏതായിരുന്നു, പിന്നെ ഞാൻ ഇന്നാളൊരു ഈവനിങ് വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഷെൽഫിൻ്റെ അടുത്ത് പോയി. ഞാൻ ആ ഷെൽഫിൻ്റെ അടുത്ത് പോയി, എന്നിട്ട് അതൊക്കെ തുറന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു. അതിൻ്റെ താഴെ ഉണ്ടായിരുന്നു കമൻറ്റ്, ഇവള് പട്ടി ഷോ ആണ്, ഇവള് ഷോ ഓഫ് ചെയ്യാണ് അവളെ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. ശിവ നിങ്ങൾ എന്തേ ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ സാധനങ്ങൾ കാണിക്കുന്നത് വെച്ചിട്ട് അതിനർത്ഥം ഷോ ഓഫ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ കാണിച്ച് ഷോ ഓഫ് ചെയ്യാം, ഇഷ്ടം പോലെ സാധനങ്ങൾ കാണിച്ചിട്ട് എനിക്ക് ഷോ ഓഫ് ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല ഇതുവരെ. അന്ന് ഞാനും വീഡിയോ ഭയങ്കര ഷോർട്ടായിരുന്നു, പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ പിന്നെ എൻ്റെ സാധനങ്ങൾ ഇങ്ങനെ ഷെൽഫ് ഓർന്ന വീഡിയോ, അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ കാണാൻ കുറേ പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും തോന്നുന്നത് എൻ്റെ കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു. അതിൻ്റെ അടുത്ത് ഷോ ഓഫ് എന്നാ എനിക്കതാ മനസ്സിലാവാത്തത്. അപ്പോൾ ആ കമൻറ്റ് ഇട്ട കുട്ടികൾക്കും എന്താ പറയുക റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇത് തന്നത് കേട്ടോ. ഒരു 5-6 പേര് ഇട്ടുണ്ടോ, 5-6 പോരാ, അമ്മ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അമ്മ പറഞ്ഞ ശേഷമാണ് പോയി നോക്കിയത്. അപ്പോൾ ഞാൻ കമൻറ്റ്സ് കണ്ടു. അപ്പോൾ കുറച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ റിപ്ലൈ ആയിക്കോട്ടെ എന്നും കൂടെ വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതാണ് ജീൻസിൻ്റെയും അതുപോലെ ഷെൽഫത്തെ സാധനങ്ങൾ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഇനിയും ഞാൻ എൻ്റെ ഷെൽഫ് തുറന്നിട്ട് സാധനങ്ങൾ കാണിക്കും. അതിന് പട്ടി ഷോ ആണെന്ന് വന്ന് കമൻറ്റ് ചെയ്താലും എനിക്കൊരു മൈൻഡ് ഉണ്ടാവില്ല. ഞാൻ മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. പിന്നെ എനിക്ക് അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തായാലും ഈ വീഡിയോ എടുക്കണ്ടല്ലോ, അപ്പം എന്നാൽ പിന്നെ പറയാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഇട്ടാൽ ഞാൻ മൈൻഡാക്കാൻ പോകുന്നില്ല. ഷെൽഫിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ കാണിക്കുന്നതാണെങ്കിൽ എന്തോരം പേരുണ്ട് അവരുടെ സാധനങ്ങൾ കാണിക്കുന്നത്. അതിലൊന്നും നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റില്ല, ഓൺലി ഇൻ മൈ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഇട്ടോളൂ, കുഴപ്പമില്ല, ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് വന്നത്. ചുണ്ടൊക്കെ ഡ്രൈ ആയി വലിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെന്താ, പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പല്ലെന്തോ മാതിരി പെട്ടെന്ന്. പിന്നെ വൈകുന്നേരം കറക്റ്റ് 5:50 ഞാൻ വിളക്ക് വെച്ചു. നേരത്തെയായിരുന്നു വിളക്ക് വെച്ചത്. സാധാരണ ഒരു 6 മണി 6:15 ഉള്ളിലാണ് വിളക്ക് വയ്ക്കാറ്. ഇത് നേരത്തെ വിളക്ക് വെച്ചു. ഞാൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വിളക്ക് വെച്ചത്. അങ്ങനെ പിന്നെ നാളേക്ക് പഠിക്കാനുണ്ട്, കുറച്ച് പഠിച്ചിട്ടില്ല, സോ പഠിക്കണം.
പഠിക്കാൻ ചെറുതായിട്ട് മടിയാവുക. പക്ഷെ 9ാം ക്ലാസ്സാണ്, മടിച്ചിരുന്നൊന്നും കാര്യമില്ല. അപ്പോൾ പഠിക്കണം. പിന്നെ നാളെ തിങ്കളാഴ്ച, എനിക്കറിയില്ല എല്ലായിടത്തും അങ്ങനെയാണെന്ന്. പക്ഷേ നാളത്തെ തിങ്കളാഴ്ച എന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റും ഉണ്ട് കേട്ടോ. 2 മാത്സ് ഉണ്ട്, 2 സോഷ്യലുണ്ട്, എല്ലാ സബ്ജക്റ്റും നാളെ ഉണ്ട്. ഒരു ഫ്രീ പീരീഡ് പോലും കിട്ടില്ല ഗൈസ്. ഏതെങ്കിലും മിസ് ലീവായാൽ മാത്രമേ ഫ്രീ പീരീഡ് കിട്ടുള്ളൂ. അങ്ങനെ പിന്നെന്താ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.